മെയിൻ സ്ട്രീം എൻ്റർടൈനർ എന്ന ജനുസിലാവണം ഈ സിനിമയെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ ഉറപ്പായിരുന്നു. രസത്തിൻ്റെ എല്ലാ ചേരുവകളും ഉൾപ്പെടുമ്പോൾ തന്നെ രണ്ടാം ചിന്തയിൽ അല്ലെങ്കിൽ രണ്ടാം കാഴ്ചയിൽ ഈ സിനിമ ഇതിൻ്റെ പറയാത്ത തലങ്ങളിലേക്കുള്ള പുത്തൻ വാതായനങ്ങൾ തുറന്നിടും എന്നിതിൻ്റെ ആദ്യ നരേഷനിൽ തന്നെ ഞാൻ പറയാതെ തന്നെ രാജുവിന് മനസ്സിലായെന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇതിൻ്റെ പിന്നീടുള്ള പടവുകളിൽ ഓരോ ടെക്നീഷ്യനോടും അഭിനേതാവിനോടും ഈ സിനിമ രാജു തന്നെ വിവരിച്ചും വിശദീകരിച്ചും കൊടുക്കുന്നതിന് സാക്ഷിയായിരിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇയാൾ എങ്ങനെ ഇത് മുഴുവൻ ഓർത്തു വെച്ചിരിക്കുന്നു എന്ന അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ലൂസിഫറിന് രസത്തിൻ്റെ ഒരു മുകൾത്തട്ടുണ്ടെങ്കിലും അത് കടന്ന് താഴേക്കിറങ്ങിയാൽ ഒരുപാട് തലങ്ങളുള്ളതായി കാണുവാൻ സാധിക്കും. ഇലുമിനാറ്റിയും ലൂസിഫേറിയൻ ലെജൻസും ഒക്കെ ഇഴചേർന്ന് കിടക്കുന്ന ഡീപ്പർ ലെയേഴ്സ്. ഇത് കാണേണ്ടവർ കാണണമെങ്കിൽ തികച്ചും അച്ചടക്കമുള്ള തികഞ്ഞ കൈയടക്കത്തോടെയുള്ള ഒരു ഫിലിം മേക്കിംഗ് ശൈലി ഉണ്ടെങ്കിലേ സാധ്യമാകൂ. അതുണ്ടാകുമോ എന്നത് ഷൂട്ട് തുടങ്ങുന്ന ദിവസം വരെ എന്നെ അലട്ടിയിരുന്ന ഒരു ചോദ്യമാണ്.